കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്കുള്ളിൽ തെരുവ് നായ. ആശുപത്രിയിലെത്തിയ രോഗിക്ക് നായയുടെ കടിയേറ്റു. ആശുപത്രിയിലെത്തുന്ന രോഗികൾ ഭീതിയിൽ. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഇതിപ്പോൾ ആശുപത്രിയിലും ആളുകൾക്ക് രക്ഷയില്ല എന്നൊരവസ്ഥയിലേക്കാണോ? ലിൻഷ, കടുത്ത നിരുത്തരവാദപരമായ പ്രവർത്തനം ജില്ലാ ആശുപത്രിയിലെ അധികൃതർ തുടരുന്നു എന്നത് തന്നെയാണ് ഈ സംഭവം വെളിവാക്കുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് തെരുവ് നായ യഥേഷ്ടം നടക്കുന്ന ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് രണ്ടാം നിലയാണ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ രണ്ടാം നിലയിലാണ് ഈ തെരുവ് നായ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ജില്ലാ ആശുപത്രിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അറിയാം. ഇതെല്ലാം മറികടന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒന്നും കാണാതെ ഇത്തരം തെരുവ് നായ്ക്കൾ യഥേഷ്ടം പലയിടത്തും അറിഞ്ഞു നടക്കുന്നതായി തന്നെയാണ് അവിടെ എത്തുന്ന രോഗികൾ ഉൾപ്പെടെ പറയുന്നത്. ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനായി എത്തിയ രണ്ടുപേരിൽ ഒരു 17 വയസ്സുകാരനാണ് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ ഈ നായയുടെ കടിയേൽക്കുന്നത്. ഇത്തരത്തിൽ ഏത് സാഹചര്യത്തിലാണ് നായ്ക്കൾ ഇവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ വളരെ ധിക്കാരപരമായ മറുപടി പറയുന്ന സാഹചര്യമുണ്ട് എന്നാണ് രോഗികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ വല്ലാത്ത ഭീതിയിലാണ്. പലരും പറയുന്നത് ICUവിന്റെ മുമ്പിൽ വരെ തെരുവുനായ്ക്കൾ എത്തുന്നത് സാധാരണമാണെന്നാണ്. നേരത്തെ ഈ ദൃശ്യത്തിൽ കാണുന്നത് ലാബിന് മുന്നിലാണ്. ലാബിന് മുന്നിലൂടെയാണ് ആ തെരുവുനായ നടന്നു പോകുന്ന ദൃശ്യമുള്ളത്. എന്തായാലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളിലുള്ള വീഴ്ച, അതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ നിലപാട്, ഇതാണ് പൊതുവെ ഇത്തരത്തിൽ വലിയ ചർച്ചയായിട്ടുള്ളത്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഉൾപ്പെടെ ഇത് എത്തിക്കണമെന്ന വലിയ ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്. എന്തായാലും നിരുത്തരവാദപരമായ ഉദ്യോഗസ്ഥരുടെ ആശുപത്രി അധികൃതരുടെ ഇടപെടൽ തന്നെയാണ്. എന്തായാലും കടുത്ത അനാസ്ഥയാണ് കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.